പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ കശുവണ്ടി അഴിമതി ഇറക്കുമതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഇപ്പോഴും സമൂഹത്തിൽ കത്തി നിൽക്കുകയാണ്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതികളായവരെ പ്രോസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടത് സർക്കാരും വലത് സർക്കാരും മത്സരിച്ച് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 2020 കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള CBI ഈ 3 പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് സാങ്ഷൻ അന്നത്തെ പിണറായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അവർ 3 പ്രാവശ്യം നിഷേധിച്ചു. സതീശ സർക്കാർ അധികാരത്തിൽ വന്നു. സതീശ സർക്കാരും ആദ്യം നിഷേധിച്ചു. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കേണ്ടി വന്നു. ആ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉത്തരവിൽ ബഹുമാനപ്പെട്ട കോടതിക്കെതിരായിട്ട് വലിയ തോതിലുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. അത് കോടതി അലക്ഷ്യമായി, കോടതി വളരെ ഗൗരവമായിട്ട് അതെടുത്തു. അവസാനം സംസ്ഥാപരാധം പറഞ്ഞ് പിന്നീട് 2ാമത്തെ ഉത്തരവ് കൊടുക്കേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതി അവസാനിപ്പിച്ചിട്ടുമില്ല. ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ ബെഞ്ച്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആ വിഷയം യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെ പിടിച്ചുലയ്ക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണത്. അതെന്താണ് ആ വിഷയം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഈ ചന്ദ്രശേഖരനെയും രതീഷിനെയും വേറൊരു ഇടനിലക്കാരനെയും ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് സതീശൻ സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഈ സാങ്ഷൻ കൊടുക്കുന്നത്. ആ സാങ്ഷൻ കൊടുത്ത ഉത്തരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം വന്നു. എന്താ വിവാദം വന്നത്? ആ പ്രോസിക്യൂഷൻ സാങ്ഷനകത്ത് കോടതിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ആ പരാമർശങ്ങൾ അവസാന നിമിഷമാണ് AG കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ച ആ ഉത്തരവ് AG വായിച്ചു നോക്കിയപ്പോൾ ഇത് കോടതിയിൽ സമർപ്പിക്കാൻ പറ്റാത്തതാണെന്ന് AGക്ക് മനസ്സിലായി. AG ബഹുമാനപ്പെട്ട കോടതിയോട് സമയം ആവശ്യപ്പെട്ടു. ആ സമയം ആവശ്യപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ കോടതിയിൽ പോലും ഹാജരാക്കാത്ത ഈ ഉത്തരവ്, കോടതിക്കെതിരെ പരാമർശങ്ങളുള്ള ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ്റെ ഉത്തരവ് പ്രതിയായിട്ടുള്ള R ചന്ദ്രശേഖരൻ്റെ കയ്യിലത് എത്തുന്നു. കോടതിയിൽ പോലും എത്തുന്നതിന് മുമ്പ് R ചന്ദ്രശേഖരൻ്റെ കയ്യിലത് എത്തുന്നു. അയാളുടെ വാട്സാപ്പിൽ അത് എത്തുന്നു. അയാളത് വിശദമായി വായിക്കുന്നു. അത് വായിച്ച് അയാൾ സമ്മേളനം വിളിച്ചിട്ട് പത്രലേഖകർക്ക് അത് വിതരണം ചെയ്യുന്നു. അത് വലിയ വിവാദമായി മാറി. കാരണം ആ കേസിലെ വാദി കടകംപള്ളി മനോജാണ്. കടകംപള്ളി മനോജിന് പോലും ഈ ഉത്തരവ് ലഭിക്കുന്നതിന് മുമ്പ് പ്രതിയുടെ കയ്യിലത് കിട്ടുന്നു. സ്വാഭാവികമായത് വലിയ വിഷയമായി മാറി. കോടതി അലക്ഷ്യമായിട്ടെടുത്തു. കോടതി IAS ഉദ്യോഗസ്ഥന്മാർ K ബിജുവിനെ പോലുള്ളവരെയൊക്കെ അവിടെ നിർത്തി പൊരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം സർക്കാരിന് ആ ഉത്തരവ് പിൻവലിച്ചിട്ട് സമസ്താപരാധം പറഞ്ഞ് കോടതിക്ക് ആ തെറ്റായിട്ടുള്ള പരാമർശങ്ങളെല്ലാം നീക്കി പുതിയ ഉത്തരവ് കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നു. അങ്ങനെ സമർപ്പിച്ചിട്ടും ആ കോടതിയലക്ഷ്യ കേസ് ഇപ്പോഴും കോടതി അവസാനിപ്പിച്ചിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം സുഹൃത്തുക്കളെ. ആ വിഷയത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നു. ആ സംഭവം എന്ന് പറയുന്നത് പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ജൂലൈ 2-ാം തീയതി ഉത്തരവ് ഇറങ്ങിയല്ലോ. ആദ്യത്തെ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉത്തരവ് ഇറങ്ങി. അത് വിവാദമായതിനെ തുടർന്ന് അത് പ്രതിയുടെ കയ്യിൽ കോടതിയിൽ കിട്ടുന്നതിന് മുമ്പ് പോലും ആ ഉത്തരവ് പ്രതിയുടെ കയ്യിൽ കിട്ടിയതിന് പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചനയെക്കുറിച്ചിട്ട് അന്വേഷിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വിശദമായിട്ടുള്ളൊരു കത്ത് ജൂലൈ 3-ാം തീയതി വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് അത് കൊടുക്കുകയുണ്ടായി. ആ കത്തിൽ ഞാൻ പറഞ്ഞത്, ഇത് കോടതിയിൽ പോലും എത്തുന്നതിന് മുമ്പ് പ്രതിയുടെ ഇടയിലെത്തി. പ്രതി സംസ്ഥാന സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ്. പ്രതി കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ വിഭാഗമായിട്ടുള്ള INTUCയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പ്രതിക്ക് മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിലെത്തുന്നതിന് മുമ്പ് ഈ ഉത്തരവ് പ്രതിയുടെ കയ്യിൽ എത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഗൗരവമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വിഷയം വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജൂലൈ 3-ാം തീയതി പൊതുപ്രവർത്തകരായിട്ടുള്ള ഞാൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് ഒരു കത്ത് കൊടുത്തു. സുഹൃത്തുക്കളെ, അതിനുശേഷം പല ഡെവലപ്മെൻറ്റുകൾ നടന്നു. അതിനുശേഷം ഈ രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കേസിലെ 1-ാം പ്രതി VD സതീശൻ്റെ കീഴിൽ തന്നെ
ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് അയാളെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എൻ്റെ മുമ്പിൽ ഞാൻ പോയിരുന്നു. അതിനെ തുടർന്ന് അയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചു. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൽ വിജിലൻസ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? വിജിലൻസ് പറഞ്ഞിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ആദ്യത്തെ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ വിജിലൻസിന് കൊടുത്ത പരാതി വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എങ്ങനെയാണ് പുറത്തു വന്നത്? ഈ രതീഷിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ കൊടുത്ത കേസിൽ കോടതി കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഉത്തരവിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ വിശദാംശം അതിലെന്താണ് സംഭവിച്ചതെന്ന് 3 ആഴ്ച കഴിഞ്ഞ് അറിയിക്കണം എന്ന് ജസ്റ്റിസ് ഹേമന്ത് വിധിന്യായത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം, ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസിക്യൂഷൻ സാങ്ഷൻ അതോറിറ്റി ആദ്യമായിട്ട് ഇറക്കിയ ഉത്തരവ്, ആ ഉത്തരവ് എവിടെ നിന്നാണ് ഇറങ്ങിയത്? ആ ഉത്തരവ് വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു ആണ് ഇറക്കിയത്. അയാളുടെ പേരിലാണെന്ന് അത് ഇറങ്ങിയത്. ആ ഇറങ്ങിയ ഉത്തരവിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ വിജിലൻസിന് കൊടുത്ത കത്തിന്മേൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ എന്താണെന്ന് 3 ആഴ്ചക്കുള്ളിൽ അറിയിക്കാനായിട്ട് ജസ്റ്റിസ് ഹേമന്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അത് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമല്ലേ സുഹൃത്തുക്കളെ? ചന്ദ്രശേഖരൻ്റെ മന്ത്രിസഭയിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശനല്ലേ? ഈ അന്വേഷണത്തിൽ ഇനി വരാൻ പോകുന്നത് എന്താ? ഈ ഉത്തരവ് ചന്ദ്രശേഖരന് കിട്ടിയതിന് പുറകിൽ എന്തൊക്കെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു അറിയാതെയാണ് ഈ ഉത്തരവ് ഇറങ്ങിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ചില മന്ത്രിമാർ തന്നെ പറഞ്ഞതായിട്ട് വിവരമുണ്ട്. ആ ഉത്തരവ് പുറത്തു വരുന്ന ദിവസം ഈ കെ ബിജു എന്ന് പറഞ്ഞ ആൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല എന്ന ഈ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥ് സിൻഹ അന്ന് ചുമതല ഏറ്റെടുത്ത ദിവസമാണെന്നും അദ്ദേഹമാണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഈ ഉത്തരവ് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ക്യാബിനറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്യാബിനറ്റിനോട് പറഞ്ഞത് അത് ചീഫ് സെക്രട്ടറിയും ബന്ധപ്പെട്ട സെക്രട്ടറിയും ചേർന്ന് ചെയ്തുള്ളൂ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കപ്പെടും. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് ആർ ചന്ദ്രശേഖരൻ. ആർ ചന്ദ്രശേഖരൻ്റെ കയ്യിൽ ഇത് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോഴത്തേക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടറുകൾ, ആ കമ്പ്യൂട്ടറുകൾ പരിശോധിക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് കിടന്നിട്ട് മൊബൈൽ ഫോണുകൾ പരിശോധിക്കപ്പെടും. അത് ഫോറൻസിക് അനാലിസിസിന് കൊടുക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ പുറകിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. ഇതിനകത്ത് ചീഫ് സെക്രട്ടറിയുടെ മൊഴി ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഇതിൽ ആർ ചന്ദ്രശേഖരൻ്റെ മൊഴിയെടുക്കും. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം മൊഴിയെടുക്കും. ഇതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നവരുടെ എല്ലാം കമ്പ്യൂട്ടറുകൾ പരിശോധിക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം മൊബൈൽ ഫോണുകൾ പരിശോധിക്കപ്പെടും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതുമായി ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ തന്നെ പൊതുഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലൊക്കെ വലിയ ആശങ്കയ്ക്ക് ഇത് കാരണമായിട്ടുണ്ട് എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിന് പുറകിൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ള വ്യക്തമാണല്ലോ. ആ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ കേസിലെ വാദിയായിട്ടുള്ള കടകംപള്ളി മനോജിന് പോലും ഈ ഉത്തരവ് കിട്ടുന്നതിന് മുമ്പ് ഈ ഉത്തരവ് ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ്റെ കയ്യിലെത്തുന്നത്. കോപ്പി ടു ആർ ചന്ദ്രശേഖരൻ ഈ ഉത്തരവിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് ചിലർ പറയുന്നത്. അത് പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ എഴുതാൻ പാടില്ല. പ്രതിയെ വിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന ഉത്തരവ് ആദ്യം വാദിയുടെ കയ്യിലാണ് എത്തേണ്ടത്. പ്രതിയുടെ കയ്യിൽ അത് എത്തണമെങ്കിൽ പ്രതി ചോദിച്ചു വാങ്ങുകയാണ് വേണ്ടത്. പ്രതിക്ക് കോപ്പി കൊടുക്കാനേ കഴിയില്ല. അപ്പോൾ പ്രതിക്ക് കോപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിക്ക് കോപ്പി കൊടുത്ത ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും സംശയമുനയിൽ വരികയല്ലേ സുഹൃത്തുക്കളെ?
എന്ന് മാത്രമല്ല ശ്രീമാൻ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ കെ ബിജു ഒരു കാരണവശാലും ഈ ഉത്തരവ് ഇതിൽ ഒപ്പുവെക്കില്ല എന്ന് നിർബന്ധിച്ചിരുന്ന ആളാണെന്ന് അദ്ദേഹം പറയുന്നത്. ഈ ഉത്തരവിൽ ഒപ്പുവെക്കണമെങ്കിൽ എന്നെ മാറ്റിയിട്ട് വേറെ ആരെ കൊണ്ടെങ്കിലും വെപ്പിച്ചോണം എന്ന് കെ ബിജു പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കെ ബിജുവിന് ഇതിൽ പങ്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത് വളരെ വളരെ ദുരൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പോലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് ഇപ്പം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ സംശയമുനയിൽ നിൽക്കുന്നത് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥ് സിൻഹയും അയാളുടെ ചെയ്തികളുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജുവിൻ്റെ അറിവേ ഇതിനകത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചലനം, അതിൻ്റെ പ്രത്യാഘാതം വളരെ വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലൊക്കെ വലിയ അങ്കലാപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അറിഞ്ഞോ അറിയാതെയോ കക്ഷിയായിട്ടുള്ള ആളുകളുടെ എല്ലാം ചങ്കിടിപ്പ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സതീശൻ സർക്കാർ ഈ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 2 ഇറക്കിയ ഉത്തരവ് കോടതിയുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് പ്രതികളുടെ കൈവശം എത്തിയത് സംബന്ധിച്ചിട്ടുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ വിജിലൻസിന് നൽകിയ കത്ത് അന്വേഷണത്തിലാണ് എന്ന വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നതും 3 ആഴ്ചക്കുള്ളിൽ അതിന്മേൽ എന്താണ് സംഭവിച്ചത് എന്നറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതും ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.